നിർണായക നിമിഷങ്ങളിലൂടെ അയോധ്യയിലെ പുതിയ ക്ഷേത്രം ഉണ്ണിരാമ പ്രതിഷ്ഠ പൂർത്തിയാകുന്ന പുതിയ ക്ഷേത്രം കടന്നെത്തുന്നു. മംഗളാരവങ്ങളും മംഗളനാദങ്ങളും മംഗളാരതിയുമെല്ലാമായി അയോധ്യയിൽ നേത്രോന്മീലനത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട് പുറത്ത്. കൗതുകകരമാണ്. പുഷ്പവിമാനത്തിൻ്റെ കഥ പറയുന്ന രാമായണത്തിൽ പുതിയ കാലത്ത് പുതിയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി, നേത്രോന്മീലനം പൂർത്തിയായിരിക്കുന്നു. ബാലരാമൻ്റെ പ്രതിഷ്ഠ, ആ മുഖം ഇപ്പോൾ ഇതാ തുറക്കുകയാണ്. പൊന്നിൻ്റെ സൂചി കൊണ്ട് കണ്ണെഴുതിച്ച് രാമായണത്തിലുടനീളം സ്വർണം കടന്നു വരുന്നുണ്ട്. അത് പല തലത്തിലാണ്. അവസാനം സീതാദേവി ചൂടാമണി അഴിച്ചു കൊടുക്കുന്ന, ഹനുമാന് കൊടുക്കുന്ന ഘട്ടത്തിൽ വരെ പല ഘട്ടത്തിലും ഇത് കടന്നു വരുന്നുണ്ട്. അത് അവസാനം പൊന്നിൻ്റെ സൂചി കൊണ്ട് ബാലരാമൻ്റെ കണ്ണെഴുതിച്ചുകൊണ്ട് ഇപ്പോൾ നേത്രോന്മീലനം പൂർത്തിയാവുകയാണ്. നേരത്തെ ജയനാരായണൻ പറഞ്ഞതിന് പോലെ തന്നെ കേരളത്തിൻ്റെ താന്ത്രിക വിധിപ്രകാരമല്ല, നിർണായകമായ വ്യത്യാസങ്ങളുണ്ട് അയോധ്യയിൽ രാമാനുജ സമ്പ്രദായത്തിൽ. പക്ഷേ അത് പൂർത്തിയാവുന്നു. രാമവിഗ്രഹത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ കൂപ്പുകൈകളുമായി നിൽക്കുന്ന മുഹൂർത്തമാണ്. ആ വിശ്വാസികൾ ഏറെ നാളായി ആഗ്രഹിച്ച ഒന്ന്, അത് സമാഗതമാകുന്നു. ആ മുഹൂർത്തം കഴിഞ്ഞുപോയ 84 സെക്കൻഡുകളുടെ ആ മംഗളനേരത്തിൽ അയോധ്യയിൽ പുതിയ മന്ത്രധ്വനികൾ ഉയരുകയാണ്. പുതിയ രാമരാജ്യത്തിൻ്റെ തുടക്കം എന്നാണ് അവിടെ വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയെ തെക്കു വടക്കായി സംയോജിപ്പിച്ച ശ്രീരാമചന്ദ്രൻ്റെ പേരിൽ അയോധ്യയിൽ പുതിയ ഒരു ക്ഷേത്രം ഉയർന്നു വരുന്നു. അത് ഏറെ കാലമായി വിശ്വാസികൾ ആഗ്രഹിച്ച ഒന്ന് അവിടെ പൂർത്തിയാകുന്നു. ആ മംഗളമുഹൂർത്തം സമാഗതമായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വിശ്വാസികളുടെ വലിയൊരു ജനസാഗരം ഇവിടേക്ക് അലയടിച്ചെത്തും എന്നുള്ള എന്ന് ഉറപ്പാണ്. അതിനപ്പുറത്ത് ഇന്ന് ക്ഷണിക്കപ്പെട്ട 7000-ലേറെ പേർ ഇന്ന് അല്പസമയത്തിനകം ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തും. അതിനു മുമ്പ് പ്രധാനമന്ത്രിക്ക് മംഗളാരതി, ആദ്യത്തെ ഈ ഉണ്ണിരാമന് മുന്നിലുള്ള ആദ്യ മംഗളാരതി അല്പസമയത്തിനകം ആരംഭിക്കും.